നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള മിക്ക ടീമുകളുടെയും സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആകെ 8 രാജ്യങ്ങളാണല്ലോ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. അതിൽ 6 രാജ്യങ്ങളുടെയും സ്ക്വാഡ് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സ്ക്വാഡുകൾ വരാനാണ്. ഇന്ത്യയുടെ സ്ക്വാഡ് 19-ാം തീയതിയോടുകൂടിയേ പുറത്തേക്ക് വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്നാലും ആരൊക്കെയായിരിക്കും സ്ക്വാഡിൽ എന്നുള്ളത് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കിടയിൽ ചർച്ചയിലാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമായിട്ടുള്ള ഒരു പ്രോബബിൾ സ്ക്വാഡ്. ഇത് സ്റ്റാർ സ്പോർട്സിൻ്റെ എക്സ്പേർട്സ് തിരഞ്ഞെടുത്തതാണ്. സ്റ്റാർ സ്പോർട്സിൻ്റെ എക്സ്പേർട്സ് അവരുടെ ഡിസ്കഷനിലൂടെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യയുടെ 15-അംഗ സ്ക്വാഡിൽ ആരൊക്കെയാണ്. ഇതൊരു സാധ്യത മാത്രമാണ്, ഇത് ഒഫീഷ്യൽ അല്ല. വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നു. വരും ദിനങ്ങളിൽ നമുക്ക് ഒഫീഷ്യൽ സ്ക്വാഡ് ലഭിക്കും. നിലവിൽ എന്തായാലും സ്റ്റാർ സ്പോർട്സിൻ്റെ എക്സ്പേർട്സ് തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് നായകൻ രോഹിത് ശർമ്മ, ഒപ്പം യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, KL രാഹുൽ, പിന്നെ ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ, പിന്നെ രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷാമി, ജസ്പ്രീത് ബുംറ, ശുഭ്മൻ ഗില്ല്, സാഞ്ചു സാംസൺ, മുഹമ്മദ് സിറാജ്, നിതീഷ് കുമാർ റെഡ്ഡി. ഇതാണ് ഇപ്പം ആ 15-അംഗ സ്ക്വാഡിലുള്ളത്. ഇത് ഒരിക്കൽ കൂടി പറയുന്നു, ഇത് എക്സ്പേർട്സ് തിരഞ്ഞെടുത്ത സ്ക്വാഡ് മാത്രമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ സ്ക്വാഡ് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ഇതിൽ നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, KL രാഹുൽ വിക്കറ്റ് കീപ്പറായിട്ടുണ്ടാകുമ്പോൾ പിന്നെ ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണിനെയും ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ്. അതിലൊരാൾക്കല്ലേ സാധ്യത എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷമിയുണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്. ബുംറയുടെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കുമെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇന്ത്യയുടെ സ്ക്വാഡ് ഒഫീഷ്യലി വരുന്നതിന് വേണ്ടി. ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൻ്റെ എക്സ്പേർട്സ് തിരഞ്ഞെടുത്ത സ്ക്വാഡ് ഇതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.